ഗൈസ് വെൽക്കം ബാക്ക് ടു തല്ലുകൊള്ളി. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ 3 മില്യൺ ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ സന്തോഷ സൂചകമായിട്ട് നമ്മുടെ ആ വീഡിയോന്റെ കമന്റിനെ പറ്റിയിട്ട് കുറച്ച് റിയാക്ഷൻ നടത്താന്ന് തീരുമാനിച്ചു. അപ്പോ മെയിൻ ആയിട്ട് അഭിചേട്ടനും മേമയാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അവർക്കാണ് 30 ലക്ഷം വ്യൂ കിട്ടിയത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആ വ്യൂ തന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് എന്തായാലും റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ കൂടി വന്നിരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മേമ ഫസ്റ്റ് ചോദിച്ചു. നമുക്ക് ആ ഇതിൽ കുറെ പേർക്ക് സംശയങ്ങളുണ്ട് കേട്ടോ. അതിനുള്ള ഉത്തരം കൂടിയാണത്. ടൂവിന് പകരം നിങ്ങൾ 2 എഴുതുന്നത് ശരിയല്ലല്ലോ. ആരാണാവോ ഇത് കണ്ട് കൈയടിക്കുന്നത്? 30 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അവരൊക്കെയും കൈയടിച്ചത്. അതാണ് ആദ്യത്തെ കമന്റ്. രണ്ടാമത്തെ കമന്റ് വായിക്കുന്നു. അങ്ങനെ എഴുതാൻ തന്നെ ആരാ പഠിപ്പിച്ചത്? ആദ്യം എഴുതിയതിന്റെ ഉത്തരം എഴുതടോ. ആന എന്ന് പറയുമ്പോ ചേന എന്ന് എഴുതുന്നോ? അങ്ങനെ ഇതുണ്ടല്ലോ, മാത്സ് ആണ് മക്കളെ. മാത്സ് കണക്ക് പഠിക്കണം. അറിയില്ലെങ്കിൽ നമ്മളൊരു ഒരിക്കലും തെറ്റായ സാധനം കൊണ്ടുവരില്ലല്ലോ. ഒക്കെ ശരിയാണ് മക്കളെ. ഇനി അടുത്ത ചോദ്യം വായിക്കാം. ചോദിക്കുന്നത് അവർ തന്നെ, ഉത്തരം കണ്ടെത്തിയതും അവർക്ക് തോന്നിയതുപോലെ, കൈയടിച്ചതും അവർ തന്നെ. നമുക്ക് ഒരു പണിയുമില്ല. കൈയടിച്ചു. ഞങ്ങളിപ്പോ കൈയടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇതിനു മുമ്പ് കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എത്ര പേരെ ആൻസർ ചെയ്തു? എല്ലാം ആൻസർ ചെയ്യും. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിനി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആൻസർ കണ്ടെത്താണ്ട് നിങ്ങൾ കണ്ടെത്തുക. ഈ അടുത്ത ചോദ്യം വായിക്കാം. അങ്ങനെ എഴുതാൻ തന്നെ ആരാ പഠിപ്പിച്ചത്? ആദ്യം എഴുതിയതിന്റെ ഉത്തരം എഴുതടോ. ആന എന്ന് പറയുമ്പോ ഓക്കെ. 2 + 2 + 2 = 6. Any other answer is wrong. 2 + 2 + 2 = 6. Any other answer is wrong. Mathematics is always very simple. Don't make it complicated, please. അതോ, അതായത് മാത്സ് എന്ന് പറയുന്നത് ശരിക്കും സിമ്പിൾ ആണ്. നിങ്ങൾ അതിനെ പിടിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, കഠിനതാക്കരുത്, കെട്ടുപിഴയതാക്കരുത്. ഓക്കെ. കാരണം ഇത് നമ്മൾ 2 + 2 + 2 6 പക്ഷെ നമ്മൾ ഒന്നും കൂടി ലെവലിൽ ചിന്തിക്കുമ്പോ, അതായത് +1 മാത്സ് സയൻസ് പിള്ളേർക്ക് അറിയാം. 2:1 + 2:1 എന്ന് പറഞ്ഞാൽ എന്താ? 2:0 1. അങ്ങനെ കൂട്ടി നോക്കുമ്പോ കിട്ടും മക്കളെ 6 ഉത്തരം. അതാണ് സംഭവം. ഇതിൽ 6 കിട്ടണേ. 2:2 ഉത്തരം ഏതാണ്? ഇവര് 2 + 2 + 2 6 ഉത്തരം ഇട്ടായിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെയുണ്ട്. ഇതിന്റെ പ്രൂഫ് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാരും ആ വീഡിയോ കൂടി കാണാൻ ലാസ്റ്റില് നമ്മൾ ഇടും കേട്ടോ. നിങ്ങളും പൊട്ടന്മാരായിരിക്കും, കൈയടിക്കുന്നവരും പൊട്ടന്മാരായിരിക്കും. വായിക്കാറില്ല എനിക്ക് മനസ്സിലായി. ആറും ആറും പെരിയാറ്. ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മണി ബില്ലിയാറ്. നല്ല രസമുണ്ട്. നല്ല സാഹിത്യകാരൻ. നല്ല കവിത. അതാണ് സാഹിത്യപരമായ ഒരു കമന്റ്. അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ വായിക്കണം. ആറും ആറും പെരിയാറ്. അങ്ങനെയൊന്നുമില്ലേ കമന്റ് ഇട്ട ആൾക്കാർ? നന്ദി. കിഴക്കോട്ട് ബസ് എപ്പോഴാ? വടക്കോട്ടിന് ബസ്സില്ല. വളരെ നല്ലതാണ്. കാരണം ബസ് അത് എവിടെയോ ബസ്സില് കാത്തു നിക്കാണ്. അപ്പൊ ആളാണ് ഇതിന്റെ ബസ്സിന്റെ റൂട്ട് പറഞ്ഞു കൊടുക്കണേ. ആളപ്പോ ബസ് കണ്ടക്ടർ ആണോ? അല്ല, ഡ്രൈവറാ. യാത്രക്കാരനാവും. കിഴക്കോട്ടാണോ പോണേ വടക്കോട്ടാണോ ബസ് പോണ്ടേ? ആൾ ഉദ്ദേശിച്ചത് ഈ കണക്ക് കണ്ട ആളെ എങ്ങനെയെങ്കിലും നോടട്ടെ. ശരി, അടുത്ത കമന്റ്. ഇത് തെറ്റാണ്. ദേഷ്യത്തിലാട്ടാ പറയണേ. ഇത് തെറ്റാണ്. ഫസ്റ്റ് വണ്ണിന്റെ പവറിന്റെ ടേമിൽ മാത്രം സെക്കൻഡ് സ്റ്റെപ്പിന്റെ എഴുതുമ്പോൾ 2:1 മാത്രമാണ് ശരി. പൊട്ടൻ. എന്തോ ദേഷ്യത്തില് നമ്മളിപ്പോ എന്തോ വേറെന്തോ ചെയ്ത പോലെ ആളിത് പറയണേ. എന്തോ ദേഷ്യം ആളോട് നമ്മളോട്. ആദ്യം എഴുതിയതിന്റെ ഉത്തരം ശരിയാക്കടോ. ആൾക്കാരെ പൊട്ടന്മാരാക്കരുത്. വീണ്ടും
എല്ലാവരും നെഗറ്റീവ് കമന്റ് ഞങ്ങളാരും പൊട്ടന്മാരാക്കുന്നില്ല. അത് അങ്ങനെയാന്ന് വിചാരിച്ചതാ. 2 പേർക്കും മാത്സ് അറിയില്ല. അതെ LKG കുട്ടികൾ വരെ ഇതിന്റെ റൈറ്റ് ആൻസർ പറയുമല്ലോ. 2 എന്നത് തന്നെ തെറ്റല്ലേ? അല്ല, നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല. അങ്ങനെയും ഉണ്ട്. അയ്യോ, ഇത്ര തലവേദന പിടിച്ച വിഷയം. അത് ശരിയാ, കൊറേ പേർക്ക് തലവേദനയായിരിക്കും. നിനക്ക് ഏതായിരുന്നു മാത്സ്? ഇത്ര തലവേദനയാണ്? അല്ല, നല്ലതായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. മാമിക്ക് എനിക്കിഷ്ടായിരുന്നു. ഇതുകൊണ്ട് എന്താ ഗുണം? പറ. ഈ കണക്ക് കൊടുത്ത് എന്തുട്ടാ ഗുണം? നമ്മളൊരു പുതിയ നോളജ് കിട്ടിയില്ലേ? എല്ലാരും അതുവരെ 2+2+2 ആറുന്നല്ലേ തെറ്റിദ്ധരിച്ചു. ഇത് എന്താ ഗുണം? അത് നമുക്ക് പഠിക്കാൻ മനസ്സിലാവും, പഠിപ്പിച്ച്. ഇത് കണ്ട് എന്താ ഗുണം? ഒരു ഗുണമില്ല. തലച്ചൊറിയാ. നമ്മൾ ഈ കോസ് തീറ്റ, ടാൻ തീറ്റ ഇതൊക്കെ പഠിക്കണ്ട് കുറെ. അത് എനിക്കിതൊരു തീറ്റയുടെ മറ്റേ തിന്നണ തീറ്റ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഗുണമില്ലെങ്കിലും ഓരോ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അതില് അത് ഉപയോഗിക്കും. ഇതുപോലത്തെ കണക്ക് ഒരു മനുഷ്യൻ ജീവിതം കളഞ്ഞു പഠിക്കണം എന്നും ഉപയോഗം ഉള്ള സൂത്രവാക്യം ആണ്. അതെ, പക്ഷെ ജീവിതകാലം ഒന്നും ഫുള്ള് കളയണ്ട. നമുക്കൊരു 60 സെക്കൻഡിന്റെ വീഡിയോ കണ്ടാൽ മതി, നമ്മൾ വിളിച്ചരാം. എന്തിന് തെറ്റെഴുതി കാണിക്കുന്നു? ഇത് തെറ്റല്ല മക്കളെ, ശരിയാണ്. നിങ്ങൾ അതാണ് പ്രൂഫ് വരും, പ്രൂഫ്. നമുക്ക് ഇനി പുറത്തുനിന്ന് വരെ മറ്റേ ഇന്ത്യയുടെ പുറത്തുനിന്ന് വരെ ആൾക്കാരുണ്ട് കമന്റ്. വാട്ട് ആൻ ഇന്റലിജന്റ് ഫെല്ലോ, മദർ ആൻഡ് ചൈൽഡ്. ഏതൊരു ബ്രിട്ടീഷുകാരനും അത് പുറത്തുനിന്ന് വരെ ആൾക്കാർ കാണുന്നുണ്ട്. ആണ്. ഓ, നമുക്ക് പുറത്തുനിന്ന് ഫാൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും പുറത്തുനിന്ന് കുറച്ചുകൂടി ഫാൻസ് വരും. ഈ വക കണക്കൊക്കെ ഉള്ളതാണോ? ഇപ്പൊ പഠിച്ചതൊക്കെ തെറ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ അവനവന്റെ ഇഷ്ടത്തിന് ചോദ്യം നടക്കും. അതിന്റെ പുതിയ വേർഷനിൽ സോൾവ് ചെയ്യൂ. ഇതൊന്നും തെറ്റല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പ്രൂഫ് വരും. പ്രൂഫ് ഉണ്ട്, എല്ലാത്തിനും നമ്മള് തെളിവ് കാണിക്കുന്നുണ്ട്. അല്ലാതെ തെളിവിലായിട്ട് നമ്മളെ ഒന്നും ചെയ്യാറില്ല. ഇനി വേറെ ഇതുപോലെയാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ടീച്ചർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. പോലീസുകൾ ഇല്ലാത്ത ശീല ഏതാണ്? ഫോസിലുകൾ ഇല്ലാത്ത ശീല ഏതാണ്? അതായത് പഴയ ലിപിയാണ്, ഞാൻ പുതിയ ലിപി പഠിച്ചത്. അപ്പൊ ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണ്? അപ്പൊ ഉത്തരം ആള് പറഞ്ഞത് എന്നിട്ടാ സുശീല എന്നാണോ? ടീച്ചറെ എന്ന് തിരിച്ച് മറുപടി പറഞ്ഞു. ശരിക്കും അതെന്താ ഉത്തരം? ഫോസിലുകളില്ലാത്ത ശില. ആ, പ്രേക്ഷകർക്ക് ചോദ്യം കിട്ടിയില്ല എന്നല്ലേ ഇത് പഠിച്ച. ഫോസിലുകളില്ലാത്ത ശില. ഉത്തരം കമന്റ് ചെയ്യുക. പണ്ട് കുറെ ലസാഗു ഉസാഗു ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വല്ലതും ഉണ്ടോ? ഉണ്ടോ? അതുപോലെ ഇറക്കാം. ലസാഗു സാഗു ഒക്കെ നമുക്ക് ചെയ്യാം. യെസ്. ഇവന്റെ വിചാരം രാമാനുജൻ, ഇവന്റെ തലയുടെ വിചാരം കുത്തു 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 കുത്തു. എന്താണ് ഗൈസ്, മറ്റുള്ളവരുടെ അമ്മേനെ ഇങ്ങനെ നിങ്ങൾ പറയാ? നന്നായിണ്ട്. പിന്നെ രാമാനുജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന് പൂജ്യം കണ്ടുപിടിച്ച ആളാണ്. പൂജ്യം ഇല്ലാണ്ട് ഏത് കണക്കാണ് ഉള്ളത്? ഒന്നുമില്ലല്ലോ. ആളെ പേറ്റൊന്നും കളിയാക്കരുത് മക്കളെ. ചാക്കോ മാഷ് പഠിപ്പിച്ച കണക്ക് ഇതുവരെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല. നമ്മക്ക് വിരലിൽ എണ്ണിയ ശീലം. പക്ഷെ സാധാ ജീവിതത്തിന് വരലും വേണമെന്നല്ലത്. റേസ്റ്റ് ഒന്നും വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ മറ്റൊരു സാധനം മറ്റേത് എനിക്കറിയാം. മാഷേ ചാക്കോ മാഷേ, മാഷിന്റെ മോൻ മാഷായ മാഷ്, മാഷിന്റെ മോനെ മാഷ് എന്ന് വിളിക്കുമ്പോ മാഷേ. ഇതിൽ എത്ര മാഷുണ്ട് കണ്ടുപിടിക്കുക. ജീവിതത്തിൽ ഈ കണക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു അവസരം വന്നിട്ടുണ്ടോ? എത്രയോ. +1 മാത്സ്. +1 സയൻസുകാർക്ക് ഇതൊരു ചാപ്റ്റർ ആയിട്ടാക്കിയിട്ട് +1 കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി അറിയെങ്കിൽ മാത്രം കമന്റ് ഇടുക. പിന്നെ ഒരാള് മറ്റേ നമ്മുടെ ബാലില് അതുപോലെ ഒരു സാധനം. Wrong. This is wrong. 2 is not equal to 2^2. Wrong mathematics. ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറെ മണ്ടന്മാര്. നിങ്ങളെയാണ് ആൾക്കാരെ മണ്ടന്മാർ. ചേട്ടാ, എന്ത് ടേമിന്റെയും റേസ് ടു 0 1 ആണ്. അത് ഏത് കാൽക്കുലേറ്റർ ഏത് ആൾക്കാരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ. ഏത് ടേമിന്റെയും റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് ഉത്തരം.
നിങ്ങളൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ 450 രൂപയ്ക്ക് കിട്ടും, അത് വാങ്ങി നോക്കുക. അല്ലെങ്കിൽ ഫോൺ ഐഫോണിൽ ഇപ്പൊ അപ്ഡേറ്റഡ് വേർഷൻ ഒക്കെ കിട്ടും, അതിന്റെ നോക്കൂ. ഈ വീഡിയോ രണ്ടാമത് കണ്ടപ്പോൾ ഫോൺ തല തിരിച്ചു നോക്കിയവർ ഉണ്ടോ? ഓ അങ്ങനെയുണ്ടാ, നമ്മളിങ്ങനെയാണല്ലോ എടുത്തത്. ആ നോക്കിയവർക്ക് ഒരുപാട് നന്ദി. അപ്പൊ 2 വട്ടം കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ തന്നെ ഒരാള്. പിന്നെ കൊറേ ലവുകളുണ്ട്, ആ കൊറേ ലൈക്കുകളുണ്ട്. ഞാൻ വല്ലതും പറഞ്ഞാ കൂടിപ്പോവും. ശരിയല്ല, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. ആ ശരി, പക്ഷെ നമ്മള് വേണേ മാറ്റാം സിസ്റ്റം ഒക്കെ അല്ലേ. ഏത് സിസ്റ്റം ഉദ്ദേശിച്ചു? ഞാൻ വോട്ടിംഗ് ആണ്. എന്റെ ജീവിതത്തിൽ ഈ കണക്കിന്റെ ആവശ്യമില്ല. ആ ശരി, എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ആവശ്യമില്ലേ? പഠിക്കുന്ന പിള്ളേർക്കും കോളേജിൽ ആവശ്യമില്ലാത്ത സ്ക്രോൾ സ്ക്രോൾ ചെയ്യാം, പക്ഷെ വ്യൂ തന്നിട്ട് സ്ക്രോൾ ചെയ്യാം. ചുമ്മാതല്ല തല്ലുകൊള്ളി ആയത്. അപ്പൊ നമ്മുടെ ചാനൽ പേര് തല്ലുള്ളി. തല്ലുകളി എല്ലാരും തല്ലുകളി സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യുക. കുടമാറ്റം നന്നായത് പാർമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയുടേതാ. ആ ഞങ്ങള് പിന്നെ തൃശ്ശൂർക്കാരായോണ്ടായിരിക്കാം നമ്മുടെ ഭാഷ നമ്മുടെ സ്ലാങ് കേട്ട് കത്തിയുണ്ടാവും, കത്തി മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എന്റെ കുറച്ച് അലർച്ചി ഭാഷയുണ്ടാവും. അതെ ഇത് നിങ്ങൾ കാത്തിരുന്ന പ്രൂഫ് വീഡിയോ ഇതാ. 2:0 = 1 നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ എഴുതിയിരുന്നു. അപ്പൊ കൊറേ പേര് കമന്റ് ഇട്ടു ഈ ഉത്തരം തെറ്റാണ്. ഇതെങ്ങനെയാ വരുന്നതെന്ന് കാണിച്ചു തരാം. 2:0 എന്നല്ല, അപ്പൊ 2:1 - 1 എന്ന് എഴുതാം. അതെങ്ങനെയാണെന്നോ 2:1 × 1/2 എന്ന് എഴുതാം. അപ്പൊ ഇല്ലേ, അപ്പൊ 2:1 എന്ന് പറഞ്ഞാൽ 2 ആ, × 1/2. ഇപ്പൊ ഇവിടെ 2 ഉണ്ട്, ഈ 2 വെട്ടി ഈ 2 വെട്ടി, അപ്പൊ = 1. അങ്ങനെയാണ് 2:0 = 1. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 100:0 = 1 തന്നെയാണ്. അതുപോലെ തന്നെ 1000:0 = എത്രയാണ്? അത്രേ ഉള്ളൂ. അപ്പൊ നെഗറ്റീവ് കമന്റ് മാത്രല്ല കേട്ടോ, നമുക്ക് ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നവരെ കുറെ നല്ല കമന്റുകളും കിട്ടിയിട്ടുണ്ട്. നമ്മള് പക്ഷെ നെഗറ്റീവ് മാത്രമേ ഒന്നും പറഞ്ഞുള്ളൂ എന്ന് മാത്രം. പക്ഷെ കമന്റ് ഇട്ട എല്ലാവർക്കും നമ്മുടെ തല്ലുള്ളിയുടെ ഭാഗത്തു നിന്നും ഞങ്ങളെ വ്യക്തിപരമായിട്ട് എല്ലാവരുടെയും ഒരുപാട് നന്ദി അറിയിക്കാണ്, സ്നേഹം അറിയിക്കാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. മേമ വന്നിട്ട് ആദ്യത്തെ വീഡിയോ, ഞങ്ങളുടെ ആദ്യമായിട്ട് മില്യൺ അടിക്കണ വീഡിയോ മേമയുള്ളതാണ്. അത് കാരണം മേമയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മേമയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നമുക്ക് മില്യൺ അടിച്ചു, എന്താണ് പറയാനുള്ളത്? കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇനിയും വീഡിയോ കാണുക, എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ കുറച്ച് മില്യൺ തരിക. അതിന്റെ ഭാഗമായിട്ട് നമ്മള് കേക്ക് മുറിക്കാണ്. മില്യൺ കിട്ടിയതിന്റെ ആഘോഷം നമ്മൾ നിങ്ങളെ കൂടി ഷെയർ ചെയ്യാണ്. വേറെ അച്ഛമ്മ No. അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു ആഘോഷത്തിൽ നിങ്ങളും കൂടി പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ഇനിയും കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വരേക്കും ബൈ ബൈ ഗൈസ്.